ഹലോ! ഇന്ന് വന്നിട്ടുള്ളത് ജെമിനി സർക്കസ്. ഇത് ഞാൻ പണ്ട് ഇവിടുത്തെ ഒരു വക്ര സൂക്കിലൊരു ഇന്റർനാഷണൽ സർക്കസ് കണ്ടപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നാട്ടിലത്തെ ജെമിനി സർക്കസ് പോലും ഞാൻ കണ്ടിട്ടില്ലാന്ന്. പക്ഷേ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഈ ജെമിനി സർക്കസ് നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ഈ സർക്കസിന് പോയേ പറ്റൂന്ന്. അപ്പോൾ അങ്ങനെ വന്നു കേട്ടോ. ഇതിന് ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ വരുന്നത് 150, 250, 350, 450 എന്നാണ് കേട്ടോ. നമ്മൾ 350യുടെ ടിക്കറ്റാണ് എടുത്തത്. പക്ഷേ 150യുടെ അവിടെയായിരുന്നു ലോങ് ക്യൂ കണ്ടത്. ടിക്കറ്റ് എടുക്കാൻ അവിടെ പോയി റഷ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ 350 എടുത്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി വരുന്നവർക്ക് എടുക്കുന്നവർക്ക് 150 തന്നെ മോർ ദാൻ ഇനഫ് ആണ്. കാരണം അവിടെ നിന്നാലും നന്നായിട്ട് കാണാൻ പറ്റും. അത്രയധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ സർക്കസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആദ്യത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു, അയ്യോ ഇതൊക്കെയായിരുന്നു ഐറ്റംസ്, ഇത് ഭയങ്കര ലാഗാണല്ലോ, ബോറടി ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ന് വിചാരിച്ച് പീക്കുൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പീക്കൊക്കെ ഭയങ്കര ചിരി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കാം, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ കമ്പയർ ചെയ്ത് ഇവിടെ നമ്മൾ ഇൻ്റർനാഷണൽ സർക്കസ് കണ്ടപ്പോൾ ഈ ടൈഗറും ഒക്കെ ലയണൊക്കെ നേരിട്ടാണ് കൂട്ടുന്നവർ നേരെ ഈ സ്റ്റേജിലോട്ട് ഇറക്കുവാണ്. പക്ഷേ അവിടെ എന്ന് പറയുന്നത് റോബോട്ടിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുവാണ്, ഡമ്മി പോലെ വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റാഞ്ഞ കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഐസ്ക്രീം കൊണ്ടുവന്നു കേട്ടോ. ഒരാളല്ല, കുറേ പേരുണ്ടായിരുന്നു. ഓരോരോ ബോക്സ് കൊണ്ട് ഐസ്ക്രീം കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ തരുന്ന ഐസ്ക്രീം അല്ലേ, ക്വാളിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് വേണ്ട പറഞ്ഞു. പക്ഷെ അടുത്തിരിക്കുന്നവരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു, വെള്ളമില്ല കുടിക്കാനായിട്ട്. അപ്പം എന്നാൽ പോട്ടെ, ഐസ്ക്രീം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്ന ഐസ്ക്രീമാണോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ നാലാളും വാങ്ങിച്ചിരുന്നു കേട്ടോ. പിന്നെ അടുത്തിരിക്കുന്നവരെല്ലാവരും ഐസ്ക്രീം വാങ്ങിയിരുന്നു. എല്ലാവരും വാങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആൾ വന്നിട്ട് പൈസ ചോദിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാവരും ഞെട്ടിപ്പോയി. അയ്യോ ഇതെല്ലാവരും ഫ്രീ ആണെന്നാണ് കരുതിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോപ്കോണും സോഫ്റ്റ് ഡ്രിങ്ക്സ് സ്നാക്സ് അങ്ങനെ എല്ലാം കൊണ്ടുവന്നു കേട്ടോ. ആരും ഒന്നും വാങ്ങിയില്ല. പിന്നെ ദേ ഈ ഒരു സ്കൂട്ടർ റൈസിങ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ കണ്ടത് 4 പേര് ഓടിക്കുന്നതായിരുന്നു ഇതിനകത്ത്. ഇത് 2 പേരാ. എന്നിരുന്നാലും ഇത് എഫേർട്ട് തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് പോകെ പോകെ ഇതിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര എഫേർട്ട് കൂടിയ ലെവലുള്ള ഐറ്റംസ് ആട്ടോ പിന്നെ വരുന്നത്. ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ഇവിടത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് അവിടെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, പേടിക്കുന്നതും അങ്ങനെയൊക്കെ. അതായത് നമ്മൾ പണ്ട് ഒരു സിനിമയുണ്ടല്ലോ, കുബേരനല്ലല്ലോ, ജോക്കർ സിനിമയുണ്ടല്ലോ ദിലീപിൻ്റെ, ആ സിനിമയിൽ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ കുറേ, ആ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ വെയിറ്റ് ലിഫ്റ്റിങ്ങും അങ്ങനത്തെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല, നമ്മുടെ ഖത്തറിൽ കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് മുഴുവനും നമ്മുടെ ജെമിനി സർക്കസിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പീക്കൂനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കഴിഞ്ഞപ്പോൾ അയ്യോ കഴിഞ്ഞു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും പോയാൽ വർത്ത് ഓഫ് മണിയാണ് കേട്ടോ. അത്യാവശ്യം ഐറ്റംസൊക്കെ കുറേ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കുറേ ഐറ്റംസ് കാണാനുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.